നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മീറ്റ് ആൻഡ് ഐ എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോൺ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് അതിൽ തോന്നിയ ഗുണങ്ങളും പോരായ്മകളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അപ്പോൾ ചില ആളുകൾ ബാറ്ററി ആയിരിക്കും നോക്കുന്നത്, ചില ആളുകൾ പെർഫോമൻസ് ആയിരിക്കും, മറ്റു ചില ആളുകൾ ക്യാമറ അല്ലെങ്കിൽ UI, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരാം. 2400x1080 റെസൊല്യൂഷൻ ഉള്ള ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 450 നിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസിൻ്റെ നിറ്റ്സ് എന്ന് പറയുന്നത്. 400 തൊട്ട് 500 നിറ്റ്സ് വരെയുള്ള ഡിസ്പ്ലേകളിൽ സൺലൈറ്റിലൊക്കെ വളരെ മികച്ച പെർഫോമൻസ് ആയിരിക്കും നൽകുന്നത്. ഡിസ്പ്ലേയിൽ എനിക്ക് പറയത്തക്ക ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. ആകെ ഒരു ഇഷ്യൂ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ബ്രൈറ്റ്നസ്സിലാണ്. ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോറിലേക്ക് പോവുകയാണെങ്കിൽ ഓട്ടോ ബ്രൈറ്റ്നസ് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ആവുന്നില്ല എന്നൊരു പോരായ്മ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. തിരിച്ച് നമ്മൾ ഇൻഡോറിലേക്ക് വരുവാണെങ്കിലും ഓട്ടോ ബ്രൈറ്റ്നസ് അതിനനുസരിച്ചൊന്നും അഡ്ജസ്റ്റ് ആവുന്നില്ല, നമ്മളതും മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. ഡിസ്പ്ലേയിൽ എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. വ്യൂയിങ് ആംഗിളെല്ലാം ഓക്കെ ആയിരുന്നു. ആ ഒരു ഓട്ടോ ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു പ്രശ്നം നേരിട്ടത്. ആ ഒരു ഓട്ടോ ബ്രൈറ്റ്നസിൻ്റെ ആ ഒരു ഇഷ്യൂ വേണമെങ്കിൽ അടുത്തൊരു അപ്ഡേറ്റിൽ അത് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു അപ്ഡേറ്റ് വരുവാണെങ്കിൽ ചിലപ്പോൾ അത് ശരിയാവുകയും ചെയ്യും. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും പവർ ബട്ടണും വരുന്നത്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് പ്രസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഫോൺ അൺലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റും. അതിന് മുകളിലായിട്ട് നമുക്ക് ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ലഭിക്കും. ഫോണിൻ്റെ മുകൾ സൈഡിലായിട്ട് നമുക്കൊരു IR ബ്ലാസ്റ്ററും ഒപ്പം തന്നെ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ലഭിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. ഒരേ സമയത്ത് നമുക്ക് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. താഴ്വശത്തായിട്ട് 3.5mm ഒരു ഓഡിയോ ജാക്കും USB-C ടൈപ്പ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും ഒരു മൈക്കും പിന്നെ ഒരു സ്പീക്കർ കില്ലുമാണ് ലഭിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇൻഹാൻഡ് ഫീലിനെ പറ്റി നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഡിസ്പ്ലേ കുറച്ച് വലുതാണ്. അപ്പോൾ നമ്മൾ കയ്യിലേക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു കൈയിൽ വെച്ച് യൂസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടും. പിന്നീട് വെയിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ്. ആ ഒരു ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു വെയിറ്റ് നമുക്ക് അനുഭവപ്പെടും. പക്ഷേ നമുക്ക് സിംഗിൾ ഹാൻഡ് യൂസ് ചെയ്യുമ്പോഴൊന്നും ആ വലിയ വെയിറ്റ് അനുഭവപ്പെടത്തില്ല. നമ്മൾ ഔട്ട്ഡോറിലേക്കൊക്കെ പോയി യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിസ്പ്ലേയുടെ ഒരു വലുപ്പം കൊണ്ട് മുകളിലേക്കുള്ള സ്റ്റാറ്റസ് ബാറിലേക്ക് നമ്മുടെ കൈ ഒന്ന് പെട്ടെന്ന് ചെല്ലാൻ ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. കയ്യിൽ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ പ്രീമിയം ഫീൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഒരു സോഫ്റ്റ് കേസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോവുകയുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ബോക്സിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ കുറച്ച് ഗൂഗിളിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ആപ്സ് ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്ന ഒന്നുമല്ല. അപ്പോൾ അങ്ങനത്തെ ആപ്സിൽ നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് ഗൂഗിളിൻ്റെ ഒരു ഡയലർ ആപ്പാണ്. സാധാരണ ഫോണിൽ ലഭിക്കുന്നതിനോട്ടുള്ള ഒരു ഷവോമിയുടെ ഡയലർ ആപ്പല്ല നമുക്കിതിൽ ലഭിക്കുന്നത്. ഗൂഗിളിൻ്റെ തന്നെ ഒരു ഡയലർ ആപ്പാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു പോരായ്മ കൂടിയുണ്ട്. അതായത് നമ്മളൊരു കോൾ ചെയ്യുകയാണെങ്കിൽ ആ കോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ഡിസ്ക്ലൈമർ ലഭിക്കും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കും കേൾക്കാൻ പറ്റും. നമ്മൾ ഓപ്പോസിറ്റ് നമ്മളെ ആരെയാണോ വിളിക്കുന്നത് അവർക്കും അറിയാൻ പറ്റും നമ്മൾ ഈ കോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന കാര്യം. അതിനുശേഷം നമ്മൾ ആ റെക്കോർഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാലും അവർക്കും അറിയാൻ പറ്റും നമ്മൾ കോള് റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർക്കും അറിയാൻ പറ്റും. അവരുടെ ആ ഒരു ഇയർ പീസിലൂടെ അവർക്കത് കേൾക്കാൻ പറ്റും. ഈ ഒരു ഡയലർ ആപ്പ് നമുക്ക് മിനിമൈസ് ചെയ്തുകൊണ്ട് മറ്റൊരു ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. മിനിമൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പീക്കറിലിടുകയോ അല്ലെങ്കിൽ കോൾ എൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അതൊരു മികച്ച കാര്യമായിട്ടാണ് തോന്നി. പിന്നീട് നമുക്ക് ഇതിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ലൊക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ നമ്പർ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലുകളുടെ നമ്പരോ അല്ലെങ്കിൽ ഏതെങ്കിലും ടാക്സി നമ്പരോ ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഡയലർ ആപ്പിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. ഒരു ലൊക്കേഷൻ വെച്ചിട്ടൊന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ആപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മികച്ച ഒരു ആപ്പ് തന്നെയാണ് ഗൂഗിളിൻ്റെ ഈ ഒരു ഡയലർ ആപ്പ്. പക്ഷേ ആ ഒരു കോൾ റെക്കോർഡിങ്ങിനകത്ത് വരുന്ന ഒരു പോരായ്മ മാത്രമാണ് ഇതിലെടുത്ത് പറയാനുള്ളത്. ഗൂഗിളിനൊരു വാസ്റ്റ് റിസോഴ്സസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡയലർ ആപ്പിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്ത് നമ്പർ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഡയലർ ആപ്പിൽ നിന്ന് തന്നെ നമ്പർ എടുക്കാനും അവിടെ നിന്ന് തന്നെ കോൾ ചെയ്യാനും സാധിക്കും. ഇനി അടുത്തായിട്ട് ഇതിൽ വന്നിരിക്കുന്ന MIUI 12ൻ്റെ ഒരു UI ആണ്. 12.5ൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്കിതിൽ ലഭിച്ചിട്ടില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്ന സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരിയിലെയാണ്. ഒപ്പം തന്നെ OS Android 10 ആണ്. Android 11ലേക്ക് ഒരു അപ്ഡേറ്റ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ചില ബീറ്റ യൂസേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കിതുവരെ ആ ഒരു അപ്ഡേറ്റ് ലഭിച്ചില്ല. MIUI 12നെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളൊരു OS ആണ്, ഒരു ബിൽഡിൻ OS ആണ് നമുക്കിതിൽ ലഭിക്കുന്നത്. അത് നമുക്ക് ഒരുപാട് രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ യൂസറിന് വേണ്ടുന്ന രീതിയിലൊക്കെ ഒരുപാട് രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനും സെറ്റിങ്സിലൊക്കെ ഒരുപാട് മാറ്റം വരുത്താനും സാധിക്കും. പക്ഷേ മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഇതിൽ വരുന്ന പരസ്യങ്ങളാണ്. അത് നമ്മൾ ആദ്യം ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് വേണ്ടുന്ന കാര്യം യൂസർ എക്സ്പീരിയൻസ് പ്രോഗ്രാമിലോ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിലോ ഒക്കെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ പരസ്യങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഗെറ്റ് ആപ്സ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും.
അങ്ങനെ നിങ്ങൾ ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നോക്കി എല്ലാം വായിച്ചും കണ്ട് ചെയ്യുവാണെങ്കിൽ വലിയ പരസ്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒഴിവാകാൻ പറ്റും. ഈ MIUI 12 ഒരു മറ്റൊരു ഫീച്ചറാണ് പുതുതായിട്ടുള്ള ഒരു കൺട്രോൾ സെൻറ്റർ. അത് നമുക്ക് സെറ്റിങ്സിൽ നിന്ന് ന്യൂ കൺട്രോൾ സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എടുക്കാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്യണം. അല്ലാതെ മറ്റുള്ള ഐക്കൺസും ടോഗിൾസും ഒക്കെ എടുക്കാനായിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ന്യൂ കൺട്രോൾ സെൻറ്റർ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കൺട്രോൾ സെൻറ്റർ ലഭിക്കും, ഇല്ലെങ്കിൽ നമുക്ക് പഴയതിലേക്ക് മാറാൻ പറ്റും. ഈ MIUI 12 മറ്റൊരു പ്രത്യേകതയാണ് ഫ്ലോട്ടിംഗ് വിൻഡോ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ മറ്റൊരു ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വാട്സപ്പിൽ നിന്നൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ വിൻഡോ ആയിട്ട് അവിടെ ലഭിക്കും. അവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ചാറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബ് ക്ലോസ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു വിൻഡോയിൽ നിന്ന് തന്നെ നമുക്ക് റിപ്ലൈ കൊടുക്കാനും മെസ്സേജ് അയക്കാനൊക്കെ സാധിക്കും. അപ്പോൾ MIUI 12 പറ്റിയിട്ടുള്ള കൂടുതൽ ഐഡിയ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ MIUI 12 പറ്റിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സെക്യൂരിറ്റിയെ പറ്റിയിട്ടാണ്. ഫിംഗർ പ്രിൻറ്റും ഒപ്പം തന്നെ ഫേസ് ഐഡിയും. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫിംഗർ പ്രിൻ്റ് ആയാലും ഫേസ് ഐഡി ആയാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ആനിമേഷൻ്റെ ഒരു ഡിലേ മാത്രമാണ് നമുക്ക് കുറച്ച് ലാഗായിട്ട് തോന്നുന്നത്. അല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫിംഗർ പ്രിൻ്റ് ആയാലും ഫേസ് ഐഡി ആയാലും വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ഫോൺ ഏകദേശം 1 മാസത്തോളം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മളൊരു ഫോൺ വാങ്ങിച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഫിംഗർ പ്രിൻറ്റും ഫേസ് ഐഡിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ചെറിയ ലാഗൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു ഫോണിൽ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ തുടക്കത്തിൽ എങ്ങനെ യൂസ് ചെയ്തോ അതേ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ 120 Hz റിഫ്രഷ് റേറ്റിനെ പറ്റിയിട്ടാണ്. ഇതിൽ നമുക്ക് 60 Hz ലഭിക്കുന്നുണ്ട്, 120 Hz ലഭിക്കുന്നുണ്ട്. നമ്മൾ 120 Hz റിഫ്രഷ് റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് അഡാപ്റ്റീവ് സിങ്ക് എന്ന് പറഞ്ഞ റിഫ്രഷ് റേറ്റ് ആണ്. ഇത് നമുക്ക് 30 Hz, 48 Hz, 50, 60, 90 പിന്നെ ഏറ്റവും അവസാനം 120 Hz. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടൻറ്റ് ഏതാണോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടൻറ്റ് ഏതാണോ അതിനനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക് സ്വിച്ച് ചെയ്യും. ഇപ്പോൾ ഒരു സിനിമയൊക്കെ കാണുവാണെങ്കിൽ 24 Hz ആണ് വേണ്ടതെങ്കിൽ അതൊരു മാക്സിമം 48 Hz വരെ നമുക്ക് ആ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ലഭിക്കും. അപ്പോൾ ഗെയിം കളിക്കുവാണെങ്കിൽ 90 Hz വേണമെങ്കിൽ അപ്പോൾ 90 Hz ഡിസ്പ്ലേയിലേക്കാണ് ഇത് സ്വിച്ച് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ടുള്ളതാണ് ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ്. പല ആളുകളും ഒരു പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് ബാറ്ററി ബാക്കപ്പിൻ്റെ ഒരു കാര്യം. 4820 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ലഭിക്കുന്നത് 33 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ്. USB-C ടൈപ്പ് കേബിളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഞാൻ ഏകദേശം ഒരു 1.5 ദിവസത്തോളം 100% ചാർജിൽ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1.5 ദിവസത്തോളം എനിക്ക് നല്ലൊരു ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. ചാർജ് ചെയ്യാനായിട്ട് ഒരു 0 to 100% വരെ ചാർജ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ താഴെ സമയം എടുക്കുന്നുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്നുണ്ട്. ഇപ്പോൾ ഫോണിൽ കിടക്കുന്നത് 52% ചാർജാണ്. ഈ ഒരു ചാർജിൽ നമ്മൾ ബാറ്ററി സേവർ ഓൺ ആക്കി ഇടുവാണെങ്കിൽ 33 മണിക്കൂർ വരെ നമുക്കൊരു ബാക്കപ്പ് ലഭിക്കും. ഈ ഒരു ചാർജിൽ തന്നെ നമ്മൾ അൾട്രാ ബാറ്ററി സേവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓൺ ചെയ്തിടുവാണെങ്കിൽ 200 മണിക്കൂർ വരെ നമുക്കൊരു ചാർജിങ് ബാക്കപ്പ് ലഭിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റുള്ള ഫോണുകളിൽ നിന്ന് എടുത്തു പറയാനായിട്ടുള്ളൊരു കാര്യമാണ് നോട്ടിഫിക്കേഷൻ ലൈറ്റ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഫോൺ ചാർജ് ഇടുവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ മെസ്സേജുകളോ ഒക്കെ നമ്മുടെ ഫോണിലേക്ക് വരുവാണെങ്കിലും ഒരു ചെറിയ LED ലൈറ്റ് നമ്മുടെ ആ ഒരു സ്പീക്കർ ഗ്രില്ലിൻ്റെ അവിടെ ആയിട്ട് ഇയർ പീസിൻ്റെ അവിടെ ആയിട്ട് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ Mi 10i ഉൾപ്പെടുത്തിയത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇനി അടുത്തതായിട്ട് സൗണ്ടിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. വളരെ മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതായത് സ്റ്റീരിയോ ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. താഴ്വശത്തായിട്ടുള്ള സ്പീക്കർ ഗ്രില്ലും ഒപ്പം തന്നെ മുകളിലായിട്ട് നമ്മുടെ ഇയർ പീസിൻ്റെ അവിടെ ആയിട്ടുള്ള സ്പീക്കർ ഭാഗം കൂടി ചേർന്നിട്ടുള്ളൊരു സ്റ്റീരിയോ എഫക്റ്റ് വളരെ ക്വാളിറ്റി തന്നെ വോക്കൽസും അപ്പോൾ മിഡും ബേസും എല്ലാം വളരെ നന്നായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ടുള്ളൊരു സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു സ്റ്റീരിയോ സൗണ്ടിൻ്റെ എക്സ്പീരിയൻസ് വളരെ നന്നായിട്ട് ഈ ഒരു ഫോണിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് ഉള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ മെയിനായിട്ട് വരുന്നത് ഇതൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് കൂടിയാണ്. 108 MB ഒരു അൾട്രാ HD ക്യാമറയാണ് നമുക്കിത് വരുന്നത്. സാംസങ്ങിൻ്റെ HM2 സെൻസർ ഉള്ള ഒരു ക്യാമറയാണ്. ഇതിൽ നമുക്ക് ലഭിക്കുന്നത് 2 MB ഒരു മാക്രോ ക്യാമറയാണ്.
അതിൽ നമുക്ക് ലോ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസിന് വലിയ പെർഫോമൻസ് ഒന്നും കാണില്ല, വലിയ ക്വാളിറ്റി ഒന്നും കാണില്ല. പിന്നെ ആകെ പറയാനുള്ളത് 108 MB മെയിൻ ക്യാമറയാണ്. ഈ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് വളരെ നല്ലൊരു ക്വാളിറ്റിയിലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ 108 MB മോഡിലിട്ട് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും സൂം ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ അത് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഒരു പിക്സലോ ഒന്നും ലോസ് ചെയ്യാതെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലെടുത്ത കുറച്ച് ഫോട്ടോസ് നിങ്ങൾ കാണിക്കാം. ജസ്റ്റ് ഒരു സാമ്പിൾ ഫോട്ടോസാണ്. ക്യാമറ റിവ്യൂ നമ്മൾ സെപ്പറേറ്റ് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാ ക്യാമറയെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ സാമ്പിളുകളും ഫോട്ടോ സാമ്പിളുകളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 750G ആണ് ഇതിൽ വരുന്ന പ്രൊസസ്സർ. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിനൊക്കെ നമ്മൾ ഇത് ഗെയിം കളിച്ചൊക്കെ നോക്കിയപ്പോൾ വലിയ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. റാം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ അത്ര മികച്ച ഒരു റാം മാനേജ്മെൻറ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ ഒരു ഗെയിമൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും വേറെ ഏതെങ്കിലും ആപ്സിലേക്ക് പോയിട്ട് തിരിച്ച് ആ ഗെയിമിലേക്ക് വരുവാണെങ്കിൽ ആ ഗെയിം വീണ്ടും ആദ്യം തൊട്ടൊന്നും കൂടി റീലോഡ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ 5G സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിലവിൽ 2 ബാൻഡുകൾ മാത്രമാണ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്ന 5G ബാൻഡുകൾ എന്ന് പറയുന്നത്, N77ഉം N78ഉം. അപ്പോൾ ഇന്ത്യയിൽ ഫുള്ളായിട്ട് 5G റോൾ ഔട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ റോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഈ ഫോണിൽ ഏതൊക്കെ രീതിയിലായിരിക്കും, ഏതൊക്കെ ബാൻഡുകളായിരിക്കും 5G സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കെങ്ങനെ ഈ 5G ഒക്കെ നമ്മുടെ ഈ ഫോണിൽ, ഈ ഒരു Mi 10i എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിൽ എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ ഫുള്ളായിട്ട് 5G സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സിം കാർഡൊക്കെ ഇറങ്ങി, നമുക്ക് 5G സിം കാർഡൊക്കെ ഇറങ്ങി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. ഇനി അടുത്തൊരു പോരായ്മയായിട്ട് എനിക്ക് പറയാനുള്ളത് ഫോണിൻ്റെ ഒരു പോരായ്മയല്ല, ഫോണിൻ്റെ കൂടെ കിട്ടിയ ഈ ഒരു സോഫ്റ്റ് കേസിൽ വന്നൊരു കാര്യമാണ്. എങ്കിലും ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ കിട്ടിയ ഈ സോഫ്റ്റ് കേസിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പോർട്ടിലേക്ക് കയറ്റി വെക്കാനായിട്ട് ഒരു ക്ലോസിങ് ഉണ്ടായിരുന്നു ആ സോഫ്റ്റ് കേസിൽ. അത് ആദ്യത്തെ വട്ടം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് മാത്രം ഓർമ്മയുണ്ട്. പിന്നീട് ഇത് തിരിച്ചങ്ങോട്ട് കയറ്റി വെക്കാൻ പറ്റുന്നില്ല. അത് ഇപ്പോഴും ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ താഴ്വശത്തായിട്ട് ഒരു ഭാഗം ഇങ്ങനെ തുറന്നിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത് എത്ര നോക്കിയിട്ടും അകത്തേക്ക് കയറുന്നില്ല. അത് വളരെയധികം അനുയോജ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഓവറോൾ പറയുവാണെങ്കിൽ 1 മാസത്തെ യൂസേജിന് ശേഷം ഫോൺ എനിക്ക് തരക്കേടില്ലാത്തൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു ബാറ്ററി പെർഫോമൻസോ അല്ലെങ്കിൽ ഒരു ക്യാമറ പെർഫോമൻസോ നോക്കിയിട്ടാണ് ഈ ഒരു ഫോൺ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ ഞാൻ സജസ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങളൊരു ഡിസ്പ്ലേ, ഭയങ്കര മികച്ച ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു ഫോൺ അത്ര പോരാന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഒരു ഓട്ടോ ബ്രൈറ്റ്നസിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അത് അപ്ഡേറ്റിലൂടെയൊക്കെ ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ Mi 12ൻ്റെ ആഡ്സിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആഡ്സൊക്കെ ഒരുപാട് അനുയോജ്യമായിട്ടുള്ള ആഡ്സ് നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ വലിയ ആഡ്സ് ഒന്നും വരാതെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ആഡ്സിൻ്റെ കാര്യവും ഡിസ്പ്ലേ ഒരു ബ്രൈറ്റ്നസിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എന്നിട്ടും നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.